ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ട്രഫിളിനും അതേപോലെ ബ്ലാക്ക് ഫോറസ്റ്റിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഭയങ്കര ചോക്ലേറ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിനു മുമ്പ് ഞാൻ 2 വെറൈറ്റി ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത് അതിലും കുറച്ചും കൂടെ സിമ്പിളാണ്, അതേപോലെ ഭയങ്കര ടേസ്റ്റുമാണ്. ഇതെന്തായാലും ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പ് മൈദ പ്ലസ് 2 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. ടോട്ടൽ 1/2 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും കൂടെ മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ 5 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നോർമലാണുള്ളതെന്നുണ്ടെങ്കിൽ അതന്നെ എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഹെർഷീസിൻ്റെയാണ്. ഇനി അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോർ ചേർക്കുന്നത് എന്തിനാണെന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കേക്ക് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒരു 3 പ്രാവശ്യം സീവ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുക. നല്ലപോലെ സീവ് ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തതിന് ശേഷം അതിലോട്ട് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ബ്രൗൺ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. പിന്നെ അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടറാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു 60 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി അതിലോട്ട് റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യാൻ പറ്റില്ല, അത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ഹാർഡായിട്ടിരിക്കും. പക്ഷേ അതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ ഈ ഒരു മെത്തേഡിൽ സാധാരണ കേക്ക് ചെയ്യാറില്ല, പക്ഷേ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഇഷ്ടമാവും. കാരണം സമയം ഒരുപാട് ലാഭമാണ്, അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ ചൂടുള്ള പാലിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തൊരു വാട്ടറാണിത്. ഇത് അതിലോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് നല്ല ചൂടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു 1/2 കപ്പ് ചൂടുള്ള പാലിൽ നിന്ന് തന്നെ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു കോഫി മിക്സിലോട്ട് എടുത്താൽ മതി. ആ ഒരു ചൂടാവുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ അതിൽ നിന്ന് മാറ്റി വെച്ചാൽ മതി. ആ ഒരു 1/2 കപ്പ് പാലിൽ നിന്ന് മാറ്റി വെച്ചാൽ മതി. വേറെ സെപ്പറേറ്റ് പാലെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ കമ്പൈൻ ചെയ്തെടുക്കുക. ഇത്രയും ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബീറ്ററൊക്കെ ഉപയോഗിച്ച് ഒരുപാട് സമയം എടുക്കും ഇത് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബേക്കിംഗ് സമയം വേറെ ഉണ്ടാവും. ഇതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേ നല്ലൊരു സോഫ്റ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല ബ്ലാക്ക് കളറായിട്ട് നമ്മുടെ കേക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യാമെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും സിമ്പിളാണ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിപ്പോൾ അവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളൊരു അവനിലോട്ട് ഇത് മാറ്റിയിട്ട് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അല്ലാതെ ബേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. സാധാരണ ഗ്യാസ് സ്റ്റൗവിലോ അല്ലെങ്കിൽ കുക്കറിലോ ഒക്കെ ബേക്ക് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ ട്രേയിലോട്ടാണ് ഇത് മാറ്റിയിരിക്കുന്നത്. 6 ഇഞ്ചിൻ്റെ ട്രേയിലോട്ട് ഇത് മാറ്റിയതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ കേക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 250 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് 1/2 കിലോയുടെ കേക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് ബേസ് മതിയാവും. നമുക്ക് ഐസിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഈ ഒരു കേക്ക് മതി. 250 ഗ്രാമിൻ്റെ ഒരു കേക്ക് മതി. നിങ്ങൾക്ക് 1 kgയുടെ കേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ ആയിട്ട് മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ടോട്ടൽ 500 ഗ്രാം കേക്കിൻ്റെ ബേസ് തന്നെ ഉണ്ടാവും. അതിന് മുകളിൽ ഐസിംഗ് ഒക്കെ ചെയ്യുമ്പോഴേക്കും 1 kg കറക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ കേക്ക് ഇപ്പോൾ നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ മേലെ ഭാഗം ഒരു ഇച്ചിരി ക്രാക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഐസിങ് ചെയ്യുന്നതിൻ്റെ മുമ്പ് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞാൽ മതി. 20 മിനിറ്റിനുള്ളിൽ എനിക്കിത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ സമയത്തിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും, അത് കാര്യമാക്കണ്ട. പിന്നെ നമുക്കിതിൻ്റെ മുകളിലോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ ഫോട്ടോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഗനാഷ് ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ. ഗനാഷിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഗനാഷിൻ്റെ റേഷ്യോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഈ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്ക് ഉണ്ടാക്കാൻ ഏതൊരു കുട്ടിക്കാണെങ്കിൽ പോലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ തന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.